ഈ പറയുന്ന കുറെ നെഗറ്റീവ് പറയുന്ന ഇവന്മാര് സുധിച്ചാണ്ട് എന്നെ നിങ്ങൾ അന്വേഷിക്കണ്ട. സുധിച്ചാണ്ട മക്കള് കഴിച്ചോ? അവർ ഓണത്തിന് ഒരു തുണി കൊടുത്തോ? എന്ത് ഇവന്മാരും തിരക്കോ? ഇപ്പൊ രേണുസുതി വയറലായി. ഓക്കെ, അവള് എവിടെ ചെന്ന രേണുസുതി ഒരു അത്യാവശ്യം വലിയൊരു നിലയിൽ സുധിച്ചാട്ടിന്റെ ആ ഒരു വൈഫ് എന്ന നിലയിൽ ഓടി വന്ന് എന്നെ ആൾക്കാർ സ്നേഹിക്കുന്നുണ്ട്, സെൽഫി എടുക്കുന്നുണ്ട്, ഒരുപാട് വർക്കുകൾ കിട്ടുന്നുണ്ട്. ഇതൊക്കെ കണ്ടപ്പോ നിന്റെയൊക്കെ കണ്ണിക്കടി കൊണ്ടല്ലേ നീയൊക്കെ ഇപ്പം രംഗത്ത് വന്നേക്കുന്നത്? അല്ല, സുധിച്ചാട്ടിനുള്ള സ്നേഹം കൊണ്ടാണോ നീയൊക്കെ രംഗത്ത് വന്നേക്കുന്നത്? ലോക്ക്ഡൌണിൽ ഒരു പ്രശ്നം ഉണ്ടായി സാമ്പത്തികമായിട്ട് സുധിച്ചാട്ടിന്. അന്നൊക്കെ നിന്റെ ഒരുത്തന്റെ കുറച്ച് ദിവസങ്ങളായി ഈ ഒരു രേണുസുതിയുടെ മുൻകാല ജീവിതം തന്നെയാണ് സോഷ്യൽ മീഡിയയിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്നത്. കൊല്ലം സുധിയെ രേണു വിവാഹം ചെയ്യുന്നതിന് മുൻപേ തന്നെ ബിനു എന്നൊരാളെ വിവാഹം ചെയ്തതായിട്ടുള്ള റിപ്പോർട്ടുകളുമുണ്ട്. എന്നാൽ അങ്ങനെ ഒരു വിവാഹം നടന്നതായോ ബിനു എന്നൊരാളെ പരിചയമുള്ളതായോ രേണു ഇതുവരെയും സമ്മതിച്ചിട്ടില്ല. അതുമാത്രമല്ല, രേണു പങ്കിടുന്ന ഓരോ വീഡിയോയ്ക്ക് താഴെ പല രീതിയിലുള്ള നെഗറ്റീവ് കമന്റ്സ്, നമ്മൾക്കറിയാലോ രേണുവിനെ ഒരു കൂട്ടർ സപ്പോർട്ട് ചെയ്യുന്ന ആളുകളുമുണ്ട്, എന്നാൽ മറുകൂട്ടർ വിമർശിക്കുന്നവരുണ്ട്. എന്നാൽ ഇപ്പോൾ സോഷ്യൽ മീഡിയയിലെ നമ്മുടെ ബിഗ് ബോസ് താരമായ ദയ അച്ചു രേണുവിനെതിരെ പ്രതികരിച്ച് രംഗത്ത് വന്നിട്ടുണ്ട്. നമുക്ക് ആദ്യം ദയയുടെ വീഡിയോ ഒന്ന് കണ്ടു നോക്കാം. സുധിച്ചാണ്ട് എന്നെ നിങ്ങൾ അന്വേഷിക്കണ്ട. സുധിച്ചാണ്ട മക്കള് കഴിച്ചോ? അവർ ഓണത്തിന് ഒരു തുണി കൊടുത്തോ? അല്ലെങ്കിൽ ഒരു ചെറിയ സംശയം, നാട്ടുകാരാണോ കൊച്ചിനെ ഉണ്ടാക്കിയത് അതോ സുധിച്ചേട്ടനാണോ കൊച്ചിനെ ഉണ്ടാക്കിയത്? എന്നിട്ടും പുള്ളിക്കാരൻ പോയി എന്ന് പറഞ്ഞപ്പോ ആ സങ്കടം കണ്ട് നാട്ടുകാരെല്ലാരും കൂടി ചേർന്ന് ഒരു വീട് വെച്ചു കൊടുത്തു. ഫുള്ള് ചെലവ് നോക്കാൻ നാട്ടുകാരല്ലല്ലോ ഉണ്ടാക്കിയത് കൊച്ചുങ്ങളെ, സുധിച്ചേട്ടനല്ലേ ഉണ്ടാക്കിയത്. അത് പോയി കഷ്ടപ്പെടണം, ബുദ്ധിമുട്ടണം. അവനവന്റെ മക്കളെ നോക്കാൻ അവനവനെ ഉണ്ടാവുള്ളൂ. എന്നിട്ടും കുറെയൊക്കെ ആൾക്കാർ നാട്ടുകാർ ഹെൽപ്പ് ചെയ്തില്ല. അതിനെല്ലാവരും വയറ് നിറച്ച് കേട്ടോളി. ഇനിയും കേൾക്കാനുണ്ട്, ഇനി എന്തെല്ലാം കാണാനുണ്ട്. കണ്ടോണ്ടിരിക്കല്ലേ? വരും, ഇനിയും കരഞ്ഞു മോങ്ങിക്കൊണ്ട് ഒരു ദിവസം വരും. അപ്പൊ ഇതിനുള്ള മറുപടി ദൈവം തരും. അഹങ്കരിക്കരുത് മക്കളെ, അഹങ്കരിക്കരുത് കേട്ടോ. അഹങ്കാരം അത്ര നല്ലതല്ല. അത്ര എനിക്ക് പറയാനുള്ളൂ. എത്രയോ ആൾക്കാരുടെ ഭർത്താക്കന്മാർ മരിക്കുന്നു. അത് കലാകാരന്മാരുടെ ആയിക്കോട്ടെ, സാധാരണക്കാരുടെ ആയിക്കോട്ടെ, എല്ലാവരും ആയിക്കോട്ടെ, ഭർത്താക്കന്മാർ മരിക്കുന്നു. അവരുടെ മക്കളെ നോക്കണം. വീഡിയോ വന്നിട്ട് ഇതുപോലെ കുറയ്ക്കുവാണോ ചെയ്യുന്നത്? കൊര ഹരഹര. എന്തൊക്കെയാണ് ഇനി കാണേണ്ടത്? പുകില് പല ജാതി. എന്തായാലും ഇപ്പോൾ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ എവിടെ തിരിഞ്ഞാലും നോക്കിയാലും നമ്മുടെ രേണുസുധിയുടെ തരംഗം തന്നെയാണ്. ഫേസ്ബുക്ക് ആയാലും യൂട്യൂബ് ആയാലും ഇൻസ്റ്റാഗ്രാം ആയാലും എല്ലായിടത്തും രേണുവിന്റെ റീൽസ് ഓരോന്നായിട്ട് കണ്ടു തന്നെ പോകാൻ പറ്റും. കാരണം അത്രയ്ക്ക് എന്താ പറയുക, ഇപ്പോൾ തരംഗമായിക്കൊണ്ടിരിക്കുന്നതാണ് രേണുസുധും. എന്തായാലും രേണുവിന്റെ ഇത്തരം വീഡിയോസിനെതിരെ തന്നെയാണ് ദയ അച്ചു പ്രതികരിച്ചത്. കഴിഞ്ഞ ദിവസം ഇന്റർവ്യൂവിൽ രേണു പറയുന്നുണ്ടായിരുന്നു, ഇത്രയധികം തങ്ങളെക്കുറിച്ച് നെഗറ്റീവ് പറയുന്നത് കൊണ്ട് താൻ ആത്മഹത്യ ചെയ്യുമെന്നൊക്കെ ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ട്. ഒറ്റയ്ക്കല്ല, മക്കളെയും കൊന്ന് താൻ ആത്മഹത്യ ചെയ്യുമെന്ന് പച്ചയ്ക്ക് വിളിച്ച് പറയാണ് രേണു. പബ്ലിക്കിന്റെ മുന്നിൽ ഇങ്ങനെ തുറന്നു പറയുന്നത്. രേണു ഇതൊക്കെ ആലോചിച്ചും കണ്ടും പറയേണ്ട കാര്യങ്ങളാണ് ഇത്തരത്തിൽ പറയുന്നത്. എന്തായാലും വലിയൊരു പ്രതിഷേധം തന്നെയാണ് ഇതിന് പിന്നിൽ ഇറങ്ങിയത്. എന്തായാലും രേണു ഇങ്ങനെ ഒന്നും ചിന്തിക്കാതെ എടുത്തു പറഞ്ഞ ആ ഒരു കാര്യത്തെക്കുറിച്ചും അല്ലെങ്കിൽ അതിന്റെ ഭവിഷ്യത്ത് എന്താണെന്നുള്ള കാര്യം തന്നെ ഇപ്പോൾ നമുക്കൊരു വോയിസ് നോട്ടിലൂടെ കേൾക്കാം എന്താണെന്നുള്ളത്. സുധിച്ചേട്ടനെ കൊന്നതാണ് എന്റെ പപ്പ സുധിച്ചേട്ടൻ മരിക്കാൻ തലേന്ന് ഹോസ്പിറ്റലിൽ സീരിയസ് ആയിട്ട് കിടക്കുക, മരിക്കും എന്നുള്ള രീതി കിടക്കുക മെഡിക്കൽ കോളേജിൽ. ആളെങ്ങനെയാണ് സുധിച്ചേട്ടൻ? ഞാൻ കൊന്നതാണോ? ഞാൻ എങ്ങനെയാണ് സുധിച്ചേട്ടനെ കൊല്ലുന്നത്? ഞാൻ കിടന്ന് ഉറങ്ങുക സുധിച്ചേട്ടൻ മരിക്കും. ഞാൻ അറിയുന്ന പോലും ഇല്ല ആൾ മരിക്കുന്നത്. എല്ലാവർക്കും അറിയാവുന്നല്ലേ കയ്പമംഗലത്ത് പനമിക്കുന്നതിൽ വണ്ടി ഇടിച്ച് മരിച്ചതെന്ന്. പിന്നെ എന്തിനാണ് ഇത്? ലാസ്റ്റ് ഞങ്ങൾ എല്ലാവരും കൂടെ കൂട്ട ആത്മഹത്യ ചെയ്യണോ? അതാണ് ഇവരുടെ ആത്മഹത്യയെ പേടിച്ചിട്ടല്ല. ആത്മഹത്യ ഒരു പേടിയില്ല എനിക്ക്. ഞാൻ ഇപ്പോഴും പറയാം, ഇത്രയും സ്ട്രോങ് ആയിട്ട് എനിക്ക് ആത്മഹത്യ ഒരു പേടി. പക്ഷേ കുഞ്ഞ് ഋതപ്പൻ കിച്ചു, അവർക്ക് അമ്മയും കൂടെ ഇല്ലാതാക്കണം. മരിക്കുവാണെങ്കിൽ ആ കുഞ്ഞിനെയും കൂടെ അല്ലെങ്കിൽ പിള്ളേർക്കും കൂടെ വിഷം കൊടുത്തിട്ടേ ഞാൻ ചാകത്തുള്ളൂ. കാരണം നമ്മൾ മാക്സിമം നെല്ലിപ്പലക കണ്ടിരിക്കുന്നു. പിള്ളേരെ സമൂഹത്തിൽ ഇട്ട് കൊടുത്തിട്ട് ഞാൻ ചാകത്തില്ല. കാരണം ഇന്നലെ വന്നേക്കുന്നത് ഞാൻ സുധിച്ചേട്ടനെ കൊന്നതാണ്, എന്റെ പപ്പ കൊന്നതാണ്. എനിക്കറിയില്ല ഇതിനും കൂടുതൽ എന്താ ചെയ്യേണ്ടത് നമ്മള്. അതാണ് ഞാൻ പറയുന്നത്. ഇനി എന്താണ് ഇവരെന്താണ് ഉദ്ദേശിക്കുന്നത്? ഈ പറയുന്നത് ഇങ്ങനെ ഈ വ്ളോഗേഴ്സ് ഉണ്ടല്ലോ കുറെ, ഇവരെന്ത് കണ്ടിട്ടാണ് ഈ നെഗറ്റീവ് ആവശ്യമില്ലാത്ത അവർ പറഞ്ഞോട്ടെ, നമ്മളുള്ള കാര്യം പറഞ്ഞോട്ടെ, നമുക്ക് വിഷയമല്ല. കൊന്നതാണ്, എന്റെ വീട്ടുകാർ കൊന്നു സുധിച്ചേട്ടനെ എന്തിനാ ഞങ്ങൾ കൊല്ലുന്നത്? ഇനി അതാണോ ഈ മക്കളെ കൂടെ തല്ലിക്കൊന്നിട്ട് മൂത്ത മോനെ അതിൽ വെല്ലുകുട്ടിയാ അവന് ഞാൻ വിളിച്ചാൽ കൊച്ചിന് ഞാൻ കൊടുത്തിട്ട് ഞാൻ ചാകത്തുള്ളൂ. രേണുസുധി എന്ന് പറഞ്ഞിട്ടൊരു ആർട്ടിസ്റ്റ് ഉണ്ടല്ലോ, നമ്മളെ കൊല്ലം സുധിയുടെ ഭാര്യ. അവരൊരു ഇന്റർവ്യൂവില് ഇടയിലേ അവരുടെ മകനെയും കൊന്ന് ഞാൻ ആത്മഹത്യ ചെയ്യുന്നു പറഞ്ഞിട്ട് ഒരു ആത്മഹത്യാ ഭീഷണി മുഴക്കിയിട്ട് ഒരു ഇന്റർവ്യൂ. നിയമപരമായിട്ട് ഇതിനെ ഏത് രീതിയിലാണ്? കുട്ടി മൈനർ ആണെങ്കിൽ ബാലാവകാശ കമ്മീഷനിലേക്ക് കൊടുക്കാം. മൈനർ ആണെങ്കിൽ ബാലാവകാശ കമ്മീഷന് കേസ് കൊടുക്കാൻ പറ്റും അല്ലെ? മൈനർ ചെറിയ 4 വയസ്സായില്ല. ചൈൽഡ് ഹെൽപ്പ് ലൈൻ ഒക്കെ പറയാം നമുക്ക്. കാരണം ചൈൽഡിന്റെ ഇതിലും പോവാ CWC പറയും, ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി, അവർക്കും കേസ് എടുക്കാം, അവർക്കും കൊടുക്കാം. ഇത്രേ ഉള്ളൂ. ആ കുട്ടിയുടെ സംരക്ഷണത്തില് ശ്രദ്ധ വേണം. അവർക്ക് സ്ത്രീക്ക് അടിയന്തര കൗൺസിലിംഗ് കാര്യങ്ങൾ കൊടുക്കണം.
ഇവര് ഒരു പബ്ലിക് സ്പേസിൽ വന്നിട്ട് കൊല്ലുന്നൊക്കെ പറയല്ലേ. അതെ അതെ. അപ്പൊ ആ രീതിയിലൊക്കെ പറഞ്ഞിട്ട് നമുക്ക് അതിലൊക്കെ പരാതികൾ കൊടുക്കാൻ പറ്റും. അപ്പൊ കേട്ടല്ലോ, ഇതൊന്നും നിസ്സാരമായിട്ടുള്ള കാര്യമല്ല എന്നുള്ളത് ആദ്യം ചിന്തിക്കണം. കാരണം വെറുതെ വന്നിരുന്ന് വിടുവായി വിളിച്ച് പറയുന്നതല്ല ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ പറയുന്നത്. ഒരു അടി കൊടുത്താൽ നമ്മളത് മറന്നു പോകും, 2-3 ദിവസം കഴിയുമ്പോൾ തന്നെ അത് മറക്കും. പക്ഷെ വാ കൊണ്ട് പറയുന്ന ആ കാര്യം ഒരിക്കലും ആയതില്ല. അപ്പൊ അത് സൂക്ഷിച്ചും കണ്ടു വേണം ഇത്തരം പ്ലാറ്റ്ഫോമുകൾ വന്നിരുന്നിട്ട് ഓരോന്ന് വിളിച്ചു പോവാനും. എന്തായാലും ഇതൊന്നും എനിക്ക് കണ്ട് സഹിക്കാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ രേണു സുധി ദയയ്ക്ക് മുന്നിൽ ദയയ്ക്കെതിരെ തന്നെ പൊട്ടിത്തെറിച്ച് രംഗത്ത് വന്നിട്ടുണ്ടായിരുന്നു. ആ ഒരു വീഡിയോയില് രേണു സുധീന് പറയാനുള്ള എല്ലാ കാര്യവും പറയുന്നുണ്ട്. എന്നാൽ നമ്മുടെ ദയ അവിടെ അടങ്ങിയിരിക്കോ? ഇല്ല, തിരിച്ചു പുള്ളിക്കാരൻ നല്ലൊരു മറുപടി കൊടുക്കുന്നുണ്ട്. നമുക്ക് വീഡിയോ ഒന്ന് കണ്ടു നോക്കാം. കുറവ് സംബന്ധിച്ച് കാര്യങ്ങളൊക്കെ വരും. അതിന് ഞാൻ ഹോമിയോ ഗുളിക കഴിച്ചെന്നുള്ള സത്യമാണ്, സൂചന പറഞ്ഞ സത്യമാണ്. ഹോമിയോ ഗുളിക എല്ലാത്തിലും കള്ളത്തരമാണ്. ഹോമിയോ ഗുളിക, ഇംഗ്ലീഷ് ഗുളിക, ഇംഗ്ലീഷ് മരുന്നും ഹോമിയോ മരുന്നും തിരിച്ചറിയാൻ പറ്റാത്ത ഒരാള് പുള്ളിക്കാരിയാണ്. അപ്പോഴേ എല്ലാം മനസ്സിലായി. അപ്പോൾ പുള്ളിക്കാരന്റെ വീഡിയോയില് കാണിച്ച ആ ഗുളിക നമുക്കൊന്ന് കാണാട്ടോ, എന്നിട്ട് നമുക്ക് തീരുമാനിക്കാം. അപ്പോ ഹോമിയോ ഗുളിക കണ്ടല്ലോ, ഈ ഇംഗ്ലീഷ് മരുന്നിനെയാണ് ഹോമിയോ ഗുളിക എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ കള്ളം പറഞ്ഞു വന്നിരിക്കുന്നത്. എങ്ങനെ പറയാതിരിക്കും മക്കളെ? നിങ്ങളൊന്ന് പറഞ്ഞു നോക്കി. പാവാടവള്ളികളോട് എല്ലാവരോടും തന്നെ ഞാൻ പറയുന്നത്, ഇമാതിരി കള്ളം പറയുമ്പോൾ ഇപ്പൊ ഇന്റർവ്യൂ, ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഇന്റർവ്യൂ ഒക്കെ വന്നിട്ട് അതിൽ തപ്പിത്തെരഞ്ഞ് ആദ്യം കല്യാണം കഴിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ കിടന്ന് ഉരുണ്ട് മെഴുകണത് ഞാനൊരു ട്രോൾ വീഡിയോ ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു, നിങ്ങൾ എല്ലാവരും കണ്ടതാണ്. ഇപ്പൊ അതാ ഹോമിയോ ഗുളികയാണ് കഴിച്ചത് എന്ന് പറഞ്ഞുകൊണ്ട് വന്നിരിക്കുക. ഇംഗ്ലീഷ് മരുന്നിന്റെ ഗുളികയാണ് സുധി എന്ന് പറയുന്ന വ്യക്തി അവിടെ കാണിച്ചത്. ഇതൊക്കെ കാണുമ്പോൾ എങ്ങനെയാ മക്കളെ പറയാതിരിക്കുക? ഒന്ന് പറ. പിന്നെ വേറൊന്ന്, ഈ പറയുന്ന രേണു പറയുന്നുണ്ട്, പ്രസവിച്ച സ്ത്രീകളിൽ 90% പേർക്കും ഡിപ്രഷൻ വരുന്നുള്ള രീതിയിലാണ് സംസാരം വന്നിരിക്കുന്നത്. അത് വെറും തെറ്റിദ്ധാരണയാണ് കേട്ടോ. എന്റെ അമ്മമ്മ 5 പ്രസവിച്ചു, അതിൽ 4 പെൺകുട്ടികൾ, എന്റെ അമ്മയടക്കം. അവരൊക്കെ 2ഉം 3ഉം, എന്റെ അമ്മ ഒരു കുട്ടിയാണ് എന്നെയാണ് പ്രസവിച്ചത്. ബാക്കിയൊക്കെ 3-4 പിള്ളേരെ പ്രസവിച്ച മേമമാരാണ്. അവർക്കൊന്നും ഡിപ്രഷൻ ബാധിച്ച ചരിത്രം കണ്ടിട്ടില്ല. പിന്നെ ഉറക്കക്കുറവ് അതെല്ലാവർക്കും ഉണ്ടാവും. ഒരു കുട്ടി ജനിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ രാത്രി ഉറക്കുണ്ടായിന്ന് വരില്ല. ആ കൊച്ചിനെ നോക്കണല്ലോ. 2 കുട്ടികളെ വളർത്തിയെടുത്തതാ ഞാൻ. അപ്പം ഈ 90% സ്ത്രീകൾക്കും ഡിപ്രഷൻ വരുന്നു പറയുന്ന രേണു അത് മാറ്റി പിൻവലിക്കണേ. അത് അങ്ങനെ ഇല്ല. ഈ വീഡിയോ കാണുന്ന എല്ലാവരും ഒന്ന് പറയണം, നിങ്ങൾക്കൊക്കെ ഡിപ്രഷൻ ബാധിച്ച ആൾക്കാരാണെന്ന്. വെറുതെയാണ്. ഉറക്കക്കുറവുണ്ടാവും. അതിന് നമ്മൾ പകല് കൊച്ചിനെ ഉറക്കിയിട്ട് നമ്മളും കിടന്ന് ഉറങ്ങും, അത്ര തന്നെ. ഇത് ഉറക്കവും ഇല്ല, രാവില്ല, പകലും ഇല്ലാണ്ട് ഉറക്കവും ഇല്ലാണ്ട് ഗുളിക കഴിക്കേണ്ട ഗതികേടൊന്നും ആർക്കും വന്നിട്ടില്ല. പിന്നെ ഹോമിയോ ഗുളിക എന്ന് പറഞ്ഞുകൊണ്ട് ഇംഗ്ലീഷ് മരുന്ന് കാണിച്ചിട്ട് ഇതൊക്കെയാണ് പച്ചക്കള്ളങ്ങൾ എന്ന് പറയുന്നത്. ഈ കള്ളത്തരങ്ങളൊക്കെ നമ്മൾ വിളിച്ചു പറഞ്ഞു കഴിഞ്ഞാൽ അപ്പ പറയും, അയ്യോ പാവം എങ്ങനെയെങ്കിലും ജീവിച്ചോട്ടെ, നിങ്ങൾ ചെലവിന് കൊടുക്കണം. ഞങ്ങൾ ചെലവിനൊന്നും കൊടുക്കുന്നില്ല. സത്യങ്ങൾ പറഞ്ഞൂടെ? ഇപ്പൊ തന്നെ വയസ്സ് 32 എന്ന് പറഞ്ഞുകൊണ്ടാണ് പുള്ളിക്കാരി ഇന്റർവ്യൂല് പറയുന്നത്. വീടിന്റെ തൊട്ടടുത്തുള്ള ഒരു സുഹൃത്ത്, ഒരു ലേഡി, അവരുടെ വീടിന്റെ ഈ രേണുവിന്റെ വീടിന്റെ അടുത്തുള്ള ഒരു പെങ്കൊച്ചു വന്നിട്ട് പറഞ്ഞു, എങ്ങനെ പോയാലും 10-38 വയസ്സിന്റെ മേലെ ഉണ്ട് ആ സ്ത്രീക്ക്. ഇത് പച്ചക്കള്ളമാണ് പറയണെന്ന് പറയുന്നത്. ഇപ്പൊ തന്നെ വേണ്ട, ഒന്ന് എപ്പോഴേക്കും പോണ്ട, ഹോമിയോ ഗുളിക എന്ന് പറഞ്ഞുകൊണ്ട് വന്നിട്ട് നിങ്ങൾ കണ്ടത് എന്താണ്? ഇംഗ്ലീഷ് മരുന്നാണ് സുധിച്ചേട്ടൻ ആ വീഡിയോയിൽ കാണിച്ചത്. ഹോമിയോ ഏതാ, അലോപ്പതി ഏതാ, ഇംഗ്ലീഷ് മരുന്ന് ഏതാ ഒന്നും അറിയാണ്ട് ഇവിടെ കിടന്നിട്ട് പച്ചക്കള്ളം പറയുമ്പോൾ ഇതെല്ലാം പഠിച്ചു വന്നിട്ട് ചെയ്യണോ പ്ലീസ്? തനിക്ക് ഉണ്ടോ ഇല്ലേ, ഇതൊന്നും അല്ല ഇവിടെ പ്രശ്നം. താൻ കള്ളം പറച്ചിൽ കുറച്ച് അടങ്ങ്, അത്രേ ഉള്ളൂ. പറയണത് സത്യങ്ങൾ വിളിച്ചു പറ, വേറൊന്നും പറയണ്ട. താൻ എങ്ങനെ ജീവിച്ചോട്ടെ. പിന്നെന്താ വേറെന്തൊക്കെ പറയണ്ടായിരുന്നു? നിങ്ങളൊക്കെ എന്റെ കുടുംബം നോക്കിയിട്ടുണ്ടോ? എന്റെ കൊച്ചിനൊരു ഷർട്ട് വാങ്ങി തന്നിട്ടുണ്ടോ? എന്റെ കൊച്ചിനൊരു ഫുഡ് വാങ്ങി തന്നിട്ടുണ്ടോ എന്നൊക്കെ ജനങ്ങളോട് ചൂണ്ടിക്കാണിച്ച് ചോദിച്ചു. അതിന്റെ ഇടയിൽ കൂടെ ഒരു കാര്യം രേണു പറയാൻ മറന്നുപോയി. ഞങ്ങൾക്ക് കയറി കിടക്കാനുള്ളൂ ഏട്ടൻ നിങ്ങൾ വാങ്ങി തന്നില്ലേ എന്ന് ചോദിക്കണം. പ്ലീസ് ചോദിക്കൂ. അതെന്താ പറയാത്തത്? അത് മാത്രം അണ്ണാക്കിൽ പിരിവെട്ടി കിടക്കണോ? സഹായങ്ങളൊക്കെ ഒരുപാട് ചെയ്തിട്ടുണ്ട് ജനങ്ങള്. ആ ജനങ്ങളെ മറക്കണത് രേണുവാണ്. മനസ്സിലായില്ലേ? എപ്പോഴും സഹായം ചെയ്തുകൊണ്ടിരിക്കാൻ പറ്റുമോ? എത്രയോ ആൾക്കാർ കഷ്ടപ്പാടിന്റെ ദുരിതത്തിന്റെ റോഡ് സൈഡിൽ കിടക്കുന്ന ആൾക്കാരുണ്ട് ഒരു നേരത്തെ ആഹാരത്തിന് വേണ്ടിയിട്ട്. അവരെയൊന്നും നമ്മൾ കാണുന്നില്ല. ഈ സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് ഇന്റർവ്യൂ നടത്തി ഉണ്ടാക്കണവരെ മാത്രം നമ്മൾ കണ്ടാൽ മതിയോ? ഒരു നേരം പട്ടിണി കിടന്നിട്ട് റോഡ് സൈഡിൽ ഒരു കൂര പോലും വെച്ച് കെട്ടാൻ പറ്റാണ്ട്, അവന്റെ മക്കൾക്ക് ഒരു നേരം ആഹാരം കൊടുക്കാൻ പറ്റാണ്ട് എത്രയോ അനാഥകൾ അലിഞ്ഞു തിരിഞ്ഞ് നടക്കുന്നത്. അവരെയൊക്കെ സഹായിക്കണ്ടേ ജനങ്ങൾക്ക്? ഈ മീഡിയയിൽ വന്നിട്ട് നെറ്റും ഇതൊക്കെ എന്താണ് റീചാർജ് ചെയ്തിട്ടും ആൽബത്തിൽ അഭിനയിച്ചിട്ട് തുള്ളിയിട്ടും കെട്ടിപ്പിടിച്ചിട്ടും തന്തയ്ക്ക് വിളി നടു റോഡിൽ കേട്ടവർക്ക് മാത്രം സഹായം ചെയ്താൽ മതിയോ രേണു? അല്ലെങ്കിൽ അറിയാൻ പറഞ്ഞിട്ട് ചോദിക്കോ? അപ്പൊ ആദ്യം അലോപ്പതി ഇംഗ്ലീഷ് മരുന്നോ എല്ലാം കണ്ടുപിടിച്ചിട്ട് വാ. സുധിച്ചേട്ടൻ കാണിച്ചത് ഇംഗ്ലീഷ് മരുന്നാണ്, താൻ പറയുന്നത് ഹോമിയോ മരുന്നാണ്. എനിക്കൊന്നും അറിയുന്നില്ല എന്ത് മരുന്നാണെന്നുള്ളത്. പറയുമ്പോ കള്ളം പറയുമ്പോ പഠിച്ചിട്ട് വെച്ചിട്ട് വാട്ടോ, അല്ലെങ്കിൽ ഈ തെളിവ് സഹിതം ഇതുപോലെ അങ്ങ് എടുത്തിട്ട് അലക്കണ്ടേ വരും. ഇനി തന്തയ്ക്ക് എല്ലാവരും എന്നെ വിളിച്ചോളി. സത്യങ്ങൾ പറയുന്നവർക്ക് തന്തയ്ക്ക് വിളിയാണല്ലോ ലാസ്റ്റ് കേൾക്കുക. മടിക്കണ്ട, വിളിച്ചോളി. അടി കൂടെ ഇങ്ങനെ കമന്റിങ് പോരട്ടെ. അടുത്ത കള്ളത്തരമായിട്ട് രേണു വരുവാണെങ്കിൽ അത് ഞാൻ പൊളിച്ചടിക്ക് കൈ കൊടുക്കും. ഓക്കെ, ടാറ്റ ബൈ.
ഇത് മാത്രമല്ല, ഈ ഒരു രേണു സുധീന് പിന്നാലെ തന്നെ ദാസേട്ടൻ കോഴിക്കോടും രംഗത്ത് വന്നിട്ടുണ്ട് കേട്ടോ. നമ്മുടെ രേണുവിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ദയ അച്ചു പറഞ്ഞ കാര്യത്തിനോട് എതിർത്ത് ദാസേട്ടൻ കോഴിക്കോടും രംഗത്ത് വന്നിരുന്നു. പുള്ളിക്കാരന്റെ വീഡിയോ നമ്മുടെ ദയ അച്ചു എടുത്തിട്ട് മറുപടി കൊടുക്കുന്നുണ്ട്. ഞാനിതൊന്നും പ്രതികരിക്കാറില്ല, കാരണം നമ്മൾ കാരണം ഒരാൾ റീച്ച് ആവണ്ട, അതന്നെ കാരണം. പിന്നെ സ്ത്രീയാണ്. ഈ ദാസേട്ടനും വന്നു, നമ്മള് കാരണം ഒരാൾ റീച്ച് ആവണ്ട. ഇപ്പൊ സംസാരിച്ചതോ റീച്ച് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് വളരെ നന്ദിയുണ്ട്. എനിക്ക് റീച്ച് കിട്ടാൻ വേണ്ടി ഇപ്പോഴെങ്കിലും രംഗത്ത് വന്നതിന് ദാസേട്ടൻ കോഴിക്കോടിന് വലിയൊരു ബിഗ് താങ്ക്സ്. ഇടയ്ക്കിടയ്ക്ക് വരണേ. അപ്പോ നിങ്ങൾ കാരണം ഞാൻ റീച്ചായി, നിങ്ങൾ കാരണം നമ്മുടെ ഞാൻ മാഷ് എന്ന് പറഞ്ഞാൽ റിസാർ റീച്ചായി അല്ലേ? എന്താണ് അവസ്ഥ? നിങ്ങളിങ്ങനെ പറഞ്ഞാലാണ് ഞങ്ങൾക്ക് റീച്ച് കിട്ടത്തുള്ളൂ, അല്ലെങ്കിൽ ഞങ്ങൾക്ക് റീച്ച് കിട്ടത്തില്ല. എനിക്ക് നിസാറിനൊന്നും റീച്ചേ കിട്ടിയിട്ടില്ല. കോഴിക്കോട് ദാസേട്ടനും രേണു സുധിയും വന്ന് പറഞ്ഞത് കൊണ്ടാണ് ഞങ്ങൾക്ക് റീച്ച് കിട്ടിയത്. എല്ലാവരും മനസ്സിലാക്കണം, തെറ്റിദ്ധരിക്കരുത്. ഇവരൊക്കെ വലിയ സെലിബ്രിറ്റികളാണ്, നമ്മളെ ആരും അറിയത്തില്ല. ഓക്കെ, അപ്പൊ ഇവർ രണ്ടുപേരും നമ്മുടെ കാര്യങ്ങൾ പറഞ്ഞ് അങ്ങനെ റീച്ച് കൂട്ടണ്ടെന്ന് പറഞ്ഞ് ഇതുവരെ ഇരുന്നതാണ്. പക്ഷെ ഇപ്പൊ റീച്ച് കൂട്ടിക്കോട്ടെ എന്ന് പറഞ്ഞിട്ട് ദാസേട്ടൻ രംഗത്ത് വന്നു, അതുപോലെ രേണു രംഗത്ത് വന്നിട്ടുണ്ട്. കാരണം നമുക്ക് റീച്ച് വേണമെന്ന് പറഞ്ഞിട്ടേ ഞങ്ങളുടെ ആ സഹതാപം ഞങ്ങൾ ആരും തിരിച്ചറിഞ്ഞിട്ടില്ല. എന്നെയും രജിസാറിനെ ആരും തിരിച്ചറിയാത്തതുകൊണ്ട് ഇടയ്ക്ക് രജിസാറിനെ വന്ന് ചൊറിഞ്ഞു. ആര്? ഈ ദാസേട്ടൻ. അപ്പൊ ചൊറിഞ്ഞതുകൊണ്ട് രജിസാറിനെ തിരിച്ചറിഞ്ഞു എല്ലാവരും. നിങ്ങൾക്ക് രജിസാറിനെ അറിയില്ലല്ലോ, ദാസേട്ടനല്ലേ അറിയുള്ളൂ, അതുപോലെ എന്നെ നിങ്ങൾക്ക് അറിയില്ലല്ലോ. അപ്പൊ ഞങ്ങൾക്കൊക്കെ റീച്ച് കൂട്ടിത്തരാനും എന്താ പറയാ ഞങ്ങളൊക്കെ അറിയപ്പെടാനും വേണ്ടിയിട്ട് ദാസേട്ട ഇടയ്ക്ക് വന്ന് ഇങ്ങനെ പറഞ്ഞതാണ്. ഒന്നും മനസ്സിലൊന്നും കാണരുത്, പുരുഷ അനുഗ്രഹിക്കണം ഞങ്ങളെ രണ്ടുപേരെയും. ഓൾറെഡി രേണുവിനെ കുറിച്ച് പല രീതിയിലുള്ള അലിഗേഷൻ തന്നെ കേൾക്കുന്നത്. വിവാഹം കഴിഞ്ഞ് ചെന്നിടത്തെല്ലാം രേണു ഒരു പ്രശ്നക്കാരിയായിരുന്നു എന്നാണ്, സ്വന്തം താല്പര്യങ്ങൾക്കനുസരിച്ച് മാത്രമാണ് ജീവിക്കുന്നതെന്ന് പറയുകയാണ് ഈ ഒരു രേണുവിന്റെ നാട്ടുകാരി. നമ്മുടെ റിയാക്ഷൻ വീഡിയോ ഒക്കെ ചെയ്യുന്ന അതുൽ വ്ലോഗ്സ് എന്ന് പറയുന്ന ഒരു യൂട്യൂബ് ചാനലിലൂടെയാണ് രേണുവിനെ കുറിച്ചുള്ള ഈ ഒരു നാട്ടുകാരിയുടെ വെളിപ്പെടുത്തൽ പുറത്തു വന്നത്. സുധിയുമായിട്ട് നിരന്തരം രേണു വഴക്കിടുമായിരുന്നു എന്നാണ്, സുധിയെ വീടിന് ചുറ്റും ഓടിക്കുന്നതും ചീത്ത വിളിക്കുന്നതൊക്കെ കേട്ടതായും ഈ ഒരു നാട്ടുകാരി പറയുന്നുണ്ട്. ഇനി രേണുവിന്റെ ആദ്യ ഭർത്താവ് എന്ന് പറയുന്നത് വെൽഡർ ബിനു എന്ന പേരിലാണ് അയാൾ അറിയപ്പെടുന്നത്. വെൽഡർ ബിനു തന്നെയാണ് രേണു സുധീന്റെ ആദ്യ ഭർത്താവെന്നും ഈ ഒരു നാട്ടുകാരി പറയുന്നുണ്ട്. വെൽഡർ ബിനു എന്ന് പറയുന്ന ഞാലിയാൻ കുഴിയിലുള്ള ഒരു ആളാണ്, ഒരു പാസ്റ്റർ ബിനു എന്നൊക്കെയാണ് മുന്നേ പറഞ്ഞിരുന്നത്. എന്തായാലും രേണുവിന്റെ എല്ലാ വീഡിയോസും അവിടെയുള്ള ആൾക്കാർ കാണുന്നുണ്ടെന്നും ഈ ഒരു നാട്ടുകാരി പറയുന്നുണ്ട്. സത്യം എത്ര മൂടി വെച്ചാലും രേണുവിന്റെ വിവാഹം കഴിഞ്ഞതും ഡിവോഴ്സ് നടന്നതുമെല്ലാം നാട്ടുകാർക്കും അറിയാമെന്ന് അവർ ഉറപ്പിച്ച് തന്നെ പറയുന്നുണ്ട്. കാരണം ഇങ്ങനെ പറയാൻ ഇപ്പൊ ഈ ഒരു കേസ് മുന്നിൽ വരാനുള്ള മെയിൻ കാരണം എന്ന് വെച്ചാൽ രേണുവിന്റെ വീഡിയോ വരുന്നതിന്റെ താഴെ മൊത്തം ഇതുപോലെ ഒരു പാസ്റ്റർ ബിനുവിനെ കുറിച്ചും അല്ലെങ്കിൽ ഞാലിയൻ ഇതുപോലെ ആദ്യ ഭർത്താവിനെ കുറിച്ചൊക്കെ പറഞ്ഞ് ഒരുപാട് കമന്റ്സ് ഇടുന്നുണ്ട്. അത് ഈ ഒരു നാട്ടുകാരി പറയുന്ന രേണുവിനെ അറിയാവുന്നവർ അവരൊക്കെ തന്നെയാണ് ഇത്തരം കമന്റ് ഇടുന്നതെന്ന്. കാരണം നാട്ടിലുള്ള ആർക്കും ഈ ഒരു രേണുവിനെ താല്പര്യമില്ല എന്നാണ് അതുൽ വ്ലോഗ്സിന്റെ ആ ഒരു ചാനലിലൂടെ ഈ ഒരു പുള്ളിക്കാരി പറയുന്നത്. എല്ലാവർക്കും വെറുപ്പാണ്, പക്ഷേ നാട്ടുകാരെല്ലാം സപ്പോർട്ടുമാണെന്നാണ് രേണു പറഞ്ഞു നടക്കുന്നത്. 35 മുകളിൽ പ്രായം രേണുവിനുണ്ട്. 32 കള്ളം പറയുന്നതാണ്. ഏവിയേഷൻ പഠിക്കുകയോ എയർ ഇന്ത്യയിൽ പോവുകയോ ചെയ്തിട്ടില്ല രേണു. സുധിയുമായി രേണു എന്നും വഴക്കായിരുന്നു. രേണുവിനൊപ്പം കൂടിയ ശേഷമാണ് സുധിക്ക് ഇത്രയേറെ കടം വന്നതെന്ന് തോന്നുന്നു. സുധിയെ വീടിന് ചുറ്റും ഓടിച്ചിട്ട് രേണു തെറി വിളിക്കുന്നത് കേട്ടിട്ടുണ്ട്. മരിക്കുന്നതിന് ഒരാഴ്ച മുൻപ് സുധിയുമായി വഴക്കിട്ടപ്പോൾ നീ പോകുന്ന വഴിക്ക് നിന്റെ തല പോകുമെടാ എന്നാണ് രേണു പറഞ്ഞത്. അത് പറഞ്ഞ് കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ സുധി മരിച്ചു. ഇതൊക്കെ ഒരു അന്ധവിശ്വാസമല്ലേ അല്ലേ? ഒരാൾ പറഞ്ഞെന്നും പറഞ്ഞുകൊണ്ട് ചിലപ്പോൾ സ്വാഭാവികമായിട്ടും വഴക്കിനിടയിൽ പറഞ്ഞിട്ടുണ്ടായിരിക്കും. നമ്മൾ എത്രയോ ആൾക്കാരെ നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ ഇതുപോലെ പറയുന്നത്. എന്നും പറഞ്ഞുകൊണ്ട് ഒരാൾ പറഞ്ഞെന്നും പറഞ്ഞുകൊണ്ട് സുധി ഒരാഴ്ച കഴിയുമ്പോൾ ഈ രേണുവിന്റെ ഒരു പറച്ചിലുകൊണ്ടാണ് സുധി മരിച്ചതെന്ന് പറഞ്ഞാൽ അത് ശരിയല്ല കേട്ടോ. അത് അത്രയ്ക്കൊന്ന് ആ ഒരു അന്ധവിശ്വാസത്തൊന്നും നമുക്ക് കൊണ്ട് നടക്കേണ്ട ആവശ്യമില്ല. നിന്റെ തല പോവുകയാണെങ്കിൽ ഞാനും അമ്മയും പപ്പയും കൊച്ചും സുഖമായി ജീവിക്കുമെന്ന് രേണു പറഞ്ഞു. ഇതൊക്കെ അന്ന് പറഞ്ഞ കാര്യങ്ങളാണ് ഈ നാട്ടുകാരി പറയുന്നത്. ആദ്യ വിവാഹം കഴിഞ്ഞ് ചെന്ന വീട്ടിൽ രേണുവിന് ജോലി ചെയ്യാൻ മടിയായിരുന്നു. ജ്യൂസും ബിസ്ക്കറ്റും മാത്രമേ കഴിക്കൂ. പിന്നീട് അവിടെ വലിയ വഴക്കായി. ശേഷം ഒത്തുതീർപ്പ് ചർച്ചകളും നടന്നിരുന്നു. പക്ഷേ അതിനുശേഷം ഡിവോഴ്സായി. ബിനു പിന്നീട് വേറെ വിവാഹം കഴിച്ചുവെന്നും നാട്ടുകാരി പറയുന്നുണ്ട്. അതുമാത്രമല്ല, മോശമായിട്ടുള്ള രീതിയിലാണ് ഈ ഒരു നാട്ടുകാരോട് അന്വേഷിച്ചപ്പോൾ രേണുവിനെ കുറിച്ച് ലഭിച്ച അഭിപ്രായം. ആദ്യ ഭർത്താവിനെയും വിവാഹത്തെയും കുറിച്ച് ചോദിക്കുമ്പോൾ അഭിമുഖങ്ങളിലെല്ലാം ഒരു ബന്ധവുമില്ലാത്ത മറുപടികളാണ് രേണു നൽകുന്നത്. പക്ഷേ രേണുവിന്റെ ആദ്യ വിവാഹത്തിൽ പങ്കെടുത്ത സദ്യ കഴിച്ചവർ നിരവധി ഉണ്ടെന്നും അതുൽ വ്ലോഗ്സും വെളിപ്പെടുത്തിയിട്ടുണ്ട്. സുധിയുടെ 3ാമത്തെ ഭാര്യയാണ് രേണു എന്നാണ് അടുത്തിടെ പുറത്തു വന്ന വിവരം. ആദ്യ ഭാര്യ പോയ ശേഷം ശാലിനി എന്നൊരു സ്ത്രീയെ സുധി വിവാഹം ചെയ്തിരുന്നു അത്രേ. എന്നാൽ അതിനിടയിൽ രേണുവും സുധിയും പ്രണയത്തിലായി. അത് മനസ്സിലാക്കി ശാലിനി സുധിയുമായിട്ടുള്ള ബന്ധം വേർപെടുത്തുകയായിരുന്നു അത്രേ. എന്നാൽ സുധി തന്നെ വിവാഹം ചെയ്യുന്നതിന് മുൻപ് 2 വിവാഹം ചെയ്തിട്ടുണ്ട് എന്നുള്ളത് രേണു സമ്മതിച്ചിട്ടില്ല. രേണു മാതാപിതാക്കൾക്കൊപ്പം കോട്ടയത്തെ സന്നദ്ധ സംഘടന നിർമ്മിച്ച് നൽകിയ വീട്ടിലാണ് താമസം. സിനിമ, മ്യൂസിക് വീഡിയോ, ഷോർട്ട് ഫിലിം അങ്ങനെ അഭിനയമാണ് രേണുവിന്റെ വരുമാന മാർഗം. അച്ഛന്റെ ബന്ധുക്കൾക്കൊപ്പമാണ് സുധിയുടെ മൂത്ത മകന്റെ താമസം. സുധിയുമായുള്ള വിവാഹ ജീവിതത്തിൽ ഒരു മകൻ രേണുവിനുണ്ട്.